ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ബിറ്റ്കോയിൻ്റെ വിവിധ എൻക്രിപ്ഷനുകളെ എങ്ങനെ ബാധിക്കും? മാറി മാറി വരുന്ന ടെക്നോളജി, കൂടി വരുന്ന കമ്പ്യൂട്ടിംഗ് സ്പീഡിനെയെല്ലാം ബിറ്റ്കോയിൻ നെറ്റ്വർക്ക് എങ്ങനെ ഡിഫെൻഡ് ചെയ്യും? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ ഒരു വീഡിയോൻ്റെ ആദ്യത്തെ പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക. ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബിറ്റ്കോയിൻ്റെ A to Z ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു കോഴ്സ് രൂപത്തിൽ 0 to അഡ്വാൻസ്ഡ് ലെവലിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ പ്രൈവറ്റ് സപ്പോർട്ടും എൻ്റെ പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് എൻ്റെ വെബ്സൈറ്റ് coinsats.io എന്നുള്ള വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിന് യാതൊരു രീതിയിലും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒരു ത്രെട്ടായി മാറുന്നില്ല. ഈവൻ എത്ര വലിയ ഒരു ടെക്നോളജി അഡ്വാൻസ് ആയാലും അത് ബിറ്റ്കോയിൻ്റെ ബ്ലോക്ക് ചെയിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ത്രെട്ടേ അല്ല. അതേപോലെ തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലോക്ക് ചെയിൻ സെക്യൂർ ആക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള SHA-256 പോലുള്ള അൽഗോരിതം കാര്യങ്ങളൊക്കെ എത്രമാത്രം പവർഫുള്ളാണ്, അതേപോലെ തന്നെ പ്രൂഫ് ഓഫ് വർക്ക് എത്രമാത്രം ഡിഫിക്കൽട്ടാണ്, വലിയൊരു കമ്പ്യൂട്ടിംഗ് സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ബ്ലോക്ക് ചെയിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ബിറ്റ്കോയിൻ്റെ ആ ഒരു ഡിസൈൻ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിറ്റ്കോയിൻ വാലറ്റുകൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിറ്റ്കോയിൻ വാലറ്റുകൾ ഹാക്ക് ചെയ്യുക അല്ലെങ്കിൽ ബിറ്റ്കോയിൻ വാലറ്റിന് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യുക എന്ന് തിയററ്റിക്കലി നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വാലറ്റ് ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് അതിൻ്റെ പ്രൈവറ്റ് കീ ഗസ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തിയററ്റിക്കലി പോസിബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും നമ്മൾ പ്രാക്ടിക്കലി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിറ്റ്കോയിൻ്റെ പ്രൈവറ്റ് കീ എങ്ങനെ ഗസ് ചെയ്ത് ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് കണ്ടുപിടിക്കാം എന്ന് അതിൻ്റെ പ്രോബബിലിറ്റി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നോർമലി ഉള്ളൊരു പാസ്വേഡ് ഇപ്പോൾ ഉള്ളൊരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഹാക്ക് ചെയ്യാം, എങ്ങനെ ഹാക്ക് ചെയ്യുന്ന സമയത്ത് അതിന് എത്രമാത്രം ഡിഫിക്കൽട്ടാണ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഈ ഒരു ടേബിൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്, അതായത് ഹാർഡ്വെയർ 12 RTX 409 എന്നുള്ള ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്തിട്ട് അത്രയും ഒരു കമ്പ്യൂട്ടിംഗ് പവറുള്ള ഒരു സിസ്റ്റം യൂസ് ചെയ്തിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റുന്ന പല പാസ്വേഡിൻ്റെ ലെങ്ത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് പാസ്വേഡിൻ്റെ ലെങ്ത്തും അത് ഹാക്ക് ചെയ്യാനുള്ള ടൈമുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും അതായത് എത്ര ഡിജിറ്റാണ്, എത്ര ലെങ്തിയാണ് ആ പാസ്വേഡ് എന്നുള്ളത്. സോ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് 4 നമ്പറാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു കമ്പ്യൂട്ടർ കണ്ടു ഈസി ആയിട്ട് അത് ഇൻസ്റ്റൻ്റ്ലി തന്നെ അത് ഹാക്ക് ചെയ്യാൻ പറ്റും അല്ലേ. 4 നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്, 1 2 3 4 5 6 അങ്ങനെയുള്ള ഒരു 4 നമ്പറുള്ള ഒരു ചെറിയൊരു പാസ്വേഡാണല്ലേ നമ്മൾ മൊബൈലിൻ്റെ ലോക്കിനെല്ലാം ഇടുന്ന പോലെ. ഇനിയിപ്പോൾ അത് ലോവർ കേസ് ലെറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റൻ്റ്ലി പറ്റും. അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റർ ആണെന്നുണ്ടെങ്കിലും വെറും 3 സെക്കൻഡ് കൊണ്ട് പറ്റും. നമ്പറും അപ്പർ കേസും ലോവർ കേസും ലെറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഒരു കമ്പ്യൂട്ടർ കൊണ്ട് വെറും 6 സെക്കൻഡ് കൊണ്ട് ഈ ഒരു പാസ്വേഡ് ഹാക്ക് ചെയ്യാൻ പറ്റും. അത് അത്രയും കോമ്പിനേഷനിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നമ്പറും അപ്പർ കേസും ലോവർ കേസ് ലെറ്ററും സിമ്പിൾസും ആണെന്നുണ്ടെങ്കിലോ വെറും 9 സെക്കൻഡ് മതി അല്ലേ. അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഒരു 5 ക്യാരക്ടർ 6 ക്യാരക്ടർ 7 ക്യാരക്ടറോട്ടിലെത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും ഇവിടെ ടൈം ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് കാണാൻ സാധിക്കും. അതായത് വെറും 7 ക്യാരക്ടറുള്ള നമ്പറും അപ്പർ കേസും ലോവർ കേസും സിമ്പിൾസും ഉള്ളൊരു പാസ്വേഡാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച്, അതായത് 12 RTX 409 എന്ന് പറയുമ്പോൾ ഏകദേശം 10-20 ലക്ഷം രൂപയുടെ ഹാർഡ്വെയർ എക്യുപ്മെൻറ്റായി. 20 അല്ല, ചിലപ്പോൾ 10-30 ലക്ഷം രൂപയുടെ അടുത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഹാർഡ്വെയർ ആണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഹാർഡ്വെയർ ഉപയോഗിച്ചിട്ടും ഒരു വെറും 7 ക്യാരക്ടറുള്ള ലോവർ കേസും അപ്പർ കേസും നമ്പേഴ്സും സിമ്പിൾസും എല്ലാം ഉള്ളൊരു പാസ്വേഡിനെ ഹാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അത് ഗസ് ചെയ്ത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 1 മാസം എടുക്കും അല്ലേ. അതേപോലെ തന്നെ അത് 8 ക്യാരക്ടറിലോട്ട് എത്തുമ്പോഴേക്കും 7 വർഷം എടുക്കും. 9 എത്തുമ്പോഴേക്കും 479 വർഷം എത്തും. 10 ക്യാരക്ടർ ആകുമ്പോഴേക്കും അത് 33,000 വർഷം എടുക്കും.
അങ്ങനെ നമ്മളൊരു 14 പോകും, 14 ക്യാരക്ടറൊക്കെ ആകുമ്പോഴേക്കും നമ്മളിവിടെ നോക്കിക്കുക 805 ബില്യൺ വർഷം എടുക്കും. 18 ക്യാരക്ടറുള്ള നമ്പേഴ്സും അപ്പർ കേസും ലോവർ കേസും സിമ്പിൾസും ഉള്ളൊരു പാസ്വേഡ് ഈ ഒരു ഹാർഡ്വെയർ ഡിവൈസ് വെച്ചിട്ട് ഹാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഗസ് ചെയ്ത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 19 ക്വാഡ്രില്യൺ ഇയേഴ്സ് എടുക്കും. ഓക്കെ, 19 ക്വാഡ്രില്യൺ അല്ല, 19 ക്വിൻറ്റില്യൺ ഇയേഴ്സാണ് അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കിപ്പോൾ ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എത്രമാത്രം ഡിഫിക്കൽട്ടാണ് ഒരു പാസ്വേഡ്. അത് കൂടുതൽ നമ്പേഴ്സും ലെറ്റേഴ്സും ഒക്കെ ആവുന്തോറും, വലിയൊരു പാസ്വേഡ് ആവുന്തോറും എത്രമാത്രം ഒരു ഡിഫിക്കൽട്ടാണ് അത് ഗസ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ളത് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എത്രമാത്രം വലുതാണ് ഒരു ബിറ്റ്കോയിൻ്റെ പ്രൈവറ്റ് കീ, എത്രമാത്രം ഡിഫിക്കൽട്ടാണ് ഒരു പ്രൈവറ്റ് കീ ഗസ് ചെയ്ത് കണ്ടുപിടിക്കൽ എന്ന് നമുക്ക് നോക്കാം. സോ ഒരു പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് എന്താണ്? ഒരു പബ്ലിക് കീൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് അഡ്രസ്സിനെയാണ് നമ്മൾ ബിറ്റ്കോയിൻ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാലറ്റ് അഡ്രസ്സ് ബൈനാൻസിൻ്റെ കോൾഡ് വാലറ്റാണ്. അതായത് ഈ ഒരു വാലറ്റ് അഡ്രസ്സിനകത്ത് 2,48,597 ബിറ്റ്കോയിൻ ഉണ്ട്, 18 ബില്യൺ ഡോളറിൻ്റെ ബിറ്റ്കോയിൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു വാലറ്റിനകത്തുള്ള ബിറ്റ്കോയിൻ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, വേറൊരാൾക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ഒരു വാലറ്റിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് കീ വേണം. ആ പ്രൈവറ്റ് കീ ആരുടെ കയ്യിലാണ് ഉള്ളത്? ബൈനാൻസിൻ്റെ കയ്യിലാണ് ഉള്ളത്. അത് കാരണം കൊണ്ട് തന്നെ ആ ഒരു വാലറ്റ് ആക്സസ് ചെയ്യാൻ ബൈനാൻസിന് മാത്രമാണ് പറ്റുള്ളൂ. ഇതേപോലെ ഏതൊക്കെ വാലറ്റിനകത്ത് എത്രയൊക്കെ ബിറ്റ്കോയിൻ ഉണ്ട് എന്നുള്ള എല്ലാ കാര്യവും ബിറ്റ്കോയിൻ്റെ ബ്ലോക്ക് ചെയിനിൽ പബ്ലിക്കലി വിസിബിൾ ആണ്. അത് മാത്രമല്ല ഏതൊക്കെ വാലറ്റ് ആരുടെയൊക്കെയാണ്, എസ്പെഷ്യലി വലിയ വലിയ വാലറ്റുകളൊക്കെ ആരുടെയൊക്കെ ഉടമസ്ഥതയിലുള്ള വാലറ്റാണ് എന്നുള്ളതൊക്കെ ഇപ്പോൾ ഈസി ആയിട്ട് പല പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അർക്കാൻ പോലുള്ള പ്ലാറ്റ്ഫോമിൽ ഈ പറയുന്ന വലിയ വലിയ എൻറ്റിറ്റികൾ ഹോൾഡ് ചെയ്യുന്ന ബിറ്റ്കോയിൻ ബാലൻസും കാര്യങ്ങളും അതിൻ്റെ ഐഡൻറ്റിറ്റി കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ ബ്ലാക്ക് റോക്കിൻ്റെ കയ്യിൽ, ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് ബ്ലാക്ക് റോക്ക്. അവരുടെ കയ്യിൽ 33 ബില്യൺ ഡോളറിൻ്റെ ക്രിപ്റ്റോ ഉണ്ട്. ആ ഒരു വാലറ്റിനകത്ത് 32 ബില്യൺ ഡോളറിൻ്റെ ബിറ്റ്കോയിനും ഉണ്ട്. ഏകദേശം 1.32 ഡോളറിൻ്റെ ഇത്തേറിയം ഉണ്ട്. ഈ ബിറ്റ്കോയിൻ ആണ് എന്നുണ്ടെങ്കിലും ഇത്തേറിയം ആണെന്നുണ്ടെങ്കിലും അത് അവർ ഏതൊക്കെ വാലറ്റിലാണ് അവർ സ്റ്റോർ ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ പബ്ലിക്കലി വിസിബിൾ ആണ്. കോയിൻ ബേസിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ അത് ഏത് അഡ്രസ്സിലോട്ടാണ് വിഡ്രോ ചെയ്യുന്നത്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പബ്ലിക്കലി വിസിബിൾ ആണ്. ഇപ്പോൾ ഈ ഒരു വാലറ്റിനകത്ത് ബ്ലാക്ക് റോക്കിൻ്റെ 600 ബിറ്റ്കോയിൻ ഉണ്ട്. ആ ഒരു വാലറ്റിൻ്റെ അഡ്രസ്സ് ഈ ഒരു വാലറ്റ് അഡ്രസ്സാണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് കീ ഉണ്ട്, അല്ലേ? അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് കീ, ഈ ഒരു പബ്ലിക് അഡ്രസ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് കീ നമുക്ക് ഗസ് ചെയ്ത് കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം വലുതാണ് ഇതിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് കീ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BIP39 ഒരു വാലറ്റ് ജനറേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വാലറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കീ പെയറാണ്, അല്ലേ? പബ്ലിക് കീ, പ്രൈവറ്റ് കീ. ഇപ്പോൾ ഒരു 24 സീഡ് ഫ്രൈസ് ഉള്ള നമ്മളൊരു സ്റ്റാൻഡേർഡ് വാലറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൈവറ്റ് കീ എന്താണ്? 256 ബിറ്റ് ലോങ് ആയിട്ടുള്ള ഒരു റാൻഡം നമ്പറാണ്, ഒരു വലിയൊരു നമ്പറാണ് പ്രൈവറ്റ് കീ. അതിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അത്തരത്തിലൊരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുന്നു, അതിന് നമ്മളൊരു പെട്ടെന്ന് ഈസി ആയിട്ട് റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 24 സീഡ് ഫ്രൈസും ആയിട്ട് കണക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് വീണ്ടും ഒരു പബ്ലിക് കീ ജനറേറ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് ഒരു പ്രൈവറ്റ് കീ ജനറേറ്റ് ചെയ്യുന്നു, വീണ്ടും അതിൽ നിന്നൊരു പബ്ലിക് കീ ജനറേറ്റ് ചെയ്യുന്നു. അതിലൊരു ഡെറിവേഷൻ പാത്തിലൂടെ ലക്ഷക്കണക്കിന് ബാലറ്റുകളും പബ്ലിക് അഡ്രസ്സും പ്രൈവറ്റ് കീയും ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു വാലറ്റ് അഡ്രസ്സാണ്. അപ്പോൾ ഇവിടെ കാണിച്ച ഈ ഒരു ബ്ലാക്ക് റോക്കിൻ്റെ വാലറ്റ്, ബൈനാൻസിൻ്റെ വാലറ്റ് പോലെയുള്ള ഒരു വാലറ്റാണ് ഈ ഒരു ബിറ്റ്കോയിൻ വാലറ്റ്. ഇതിലോട്ട് ബിറ്റ്കോയിൻ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. ആ ബിറ്റ്കോയിൻ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഈ പ്രൈവറ്റ് കീ വേണം. ഇപ്പോൾ ഈ ഒരു വാലറ്റിലോട്ടുള്ള വന്നിട്ടുള്ള ബിറ്റ്കോയിൻ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈവറ്റ് കീ വേണം. ഈ ഒരു പ്രൈവറ്റ് കീ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വാലറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അതിന് കറസ്പോണ്ടൻ്റ് പ്രൈവറ്റ് കീ ഇതല്ല. അപ്പോൾ ഒരു പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇത്രയും വാലറ്റുകളിൽ വന്നിട്ടുള്ള ബിറ്റ്കോയിൻ നമുക്ക് ഈ ഒരൊറ്റ പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ടും ആക്സസ് ചെയ്യാൻ പറ്റും, ഈ ഒരു സീഡ് ഫ്രൈസ് ഉപയോഗിച്ചിട്ടും ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് എത്രമാത്രം വലിയൊരു നമ്പറാണ് എന്നുള്ളത്, അല്ലേ? ഏകദേശം 52ഓളം ലെറ്ററും നമ്പറും, ലോവർ കേസ് ലെറ്ററും അപ്പർ കേസ് ലെറ്ററും ഒക്കെ ഉള്ള ഒരു വലിയൊരു നമ്പറാണ് ഈ ഒരു പ്രൈവറ്റ് കീ എന്ന് പറയുന്നത്. സോ ഞാനിവിടെ ആദ്യം കാണിച്ചിട്ടുള്ള ഈ ഒരു ടേബിളുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 18 ലെറ്ററും 18 ക്യാരക്ടർ, ലെറ്ററും നമ്പറും ലോവർ കേസും അപ്പർ കേസൊക്കെ ഉള്ളൊരു ക്യാരക്ടറിൽ എത്തിയപ്പോൾ തന്നെ
അതായത് ഇത്രയും വലിയൊരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എത്ര വർഷം എടുക്കും? 19 ക്വിൻറ്റില്യൺ വർഷം എടുക്കും. അപ്പോൾ പിന്നെ ഇത്രയും വലിയ 52 ക്യാരക്ടറുള്ള വലിയൊരു ഈ ഒരു പ്രൈവറ്റ് കീ ഗസ് ചെയ്ത് കണ്ടുപിടിക്കുക, ഈ ഒരു വാലറ്റ് അഡ്രസ്സിൽ നിന്നും കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എത്ര വലിയൊരു ടാസ്ക്കാണ്, എത്ര വലിയൊരു കമ്പ്യൂട്ടിംഗ് പവർ ഉപയോഗിച്ചാലാണ് നടക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ അല്ലേ. സോ എന്താണ് ഒരു പ്രൈവറ്റ് കീ, എത്രമാത്രം വലുതാണ്, ഇത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എത്രമാത്രം ഡിഫിക്കൽട്ടാണ് എന്നുള്ളതിലുള്ള ഒരു ക്ലാരിറ്റി എല്ലാവർക്കും വന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഇനി ഈ ഒരു വാലറ്റ് അഡ്രസ്സ് ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഗസ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി എത്രമാത്രം ഉണ്ട് നമുക്ക് എഐനോടൊന്ന് ചോദിച്ചു നോക്കാം. അതായത് കോ പൈലറ്റിനോട് ഞാനിവിടെ ചോദിച്ചിട്ടുണ്ട്, ഒരു ബിറ്റ്കോയിൻ വാലറ്റ് ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് ഹാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള യുഎസിൻ്റെ ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടർ ഫ്രണ്ടയർ എന്നുള്ള കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്രമാത്രം ഡിഫിക്കൽട്ടി, എത്രമാത്രം വർഷം എടുക്കും എന്നുള്ളത് ഞാനിവിടെ എഐനോട് കോ പൈലറ്റിനോട് ചോദിച്ചിട്ടുണ്ട്. സോ കോ പൈലറ്റിൻ്റെ ആൻസർ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എ ബിറ്റ്കോയിൻ പ്രൈവറ്റ് കീ ഇസ് എ 256 ബിറ്റ് നമ്പർ, meaning there are 2 to the power of 256 possible combination. This is an astronomically large number, making brute force attacks practically impossible with current technology. ഇപ്പോൾ കറണ്ട് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിറ്റ്കോയിൻ പ്രൈവറ്റ് കീ ഗസ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് AI പറയുന്നത്. ഓക്കെ, സോ ഞാൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഫ്രണ്ടയർ എന്നുള്ളൊരു സൂപ്പർ കമ്പ്യൂട്ടറും അതിൻ്റെ സ്പീഡും ഒക്കെ ഇപ്പോൾ നിലവിലുള്ള സ്പീഡും വെച്ചിട്ട് എത്രമാത്രം ഡിഫിക്കൽട്ടാണ്, എത്ര വർഷം എടുക്കും എന്ന് ചോദിച്ചപ്പോഴും AI പറയുന്നത് given the vast number of combinations it would take millions to billions of years to crack a typical private key. ഈവൻ അതായത് ഇപ്പോൾ നിലവിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് പോലും നമ്മളൊരു പ്രൈവറ്റ് കീ ഗസ് ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും എന്നുള്ളതാണ് AI വരെ പറയുന്നത്. ഓക്കെ, സോ ഞാൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എത്രമാത്രം പോസിബിളാണ് എന്നുള്ളത്. സോ നമുക്കിവിടെ വീണ്ടും ഇവിടെ ആൻസർ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. അതായത് റിസർച്ചേഴ്സ് എസ്റ്റിമേറ്റ് ദാറ്റ് എ ക്വാണ്ടം കമ്പ്യൂട്ടർ വിത്ത് അറൗണ്ട് 13 മില്യൺ ക്യൂബിറ്റ്സ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ സ്പീഡിനെയാണ് പറയുന്നത്. ഓക്കെ, 13 മില്യൺ ക്യൂബിറ്റ്സ് കുഡ് ക്രാക്ക് ബിറ്റ് കോയിൻസ് എൻക്രിപ്ഷൻ വിത്തിൻ എ ഡേ. അത് 13 മില്യൺ ക്യൂബിറ്റ്സ് സ്പീഡുള്ള ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഒരു പ്രൈവറ്റ് കീ ഗസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ഇപ്പോൾ നിലവിലുള്ള റിസർച്ചേഴ്സ് പറയുന്നത്. ഓക്കെ, പക്ഷേ എന്നിരുന്നാലും ദ മോസ്റ്റ് പവർഫുൾ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ടുഡേ ഹാവ് ഓൺലി എ ഫ്യൂ ഹൺഡ്രഡ് ക്യൂബിറ്റ്സ്. അതായത് 13 മില്യൺ ക്യൂബിറ്റ്സ് സ്പീഡുള്ള ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിലാണ് അറ്റ്ലീസ്റ്റ് ഒരു പ്രൈവറ്റ് കീ എങ്കിലും ഗസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും വലിയ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ സ്പീഡ് പോലും വളരെ തുച്ഛമായിട്ടുള്ള ഹൺഡ്രഡ്സ് ഉള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. സോ നമ്മളിവിടെ സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ബി എമ്മിൻ്റെ കോണ്ടോർ എന്നുള്ള ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇപ്പോൾ നിലവിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നുള്ളതാണ് സെർച്ച് ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞത്. സോ അതിൻ്റെ സ്പീഡ് പോലും 1121 ക്യൂബിറ്റ് ഉള്ളൂ. അപ്പോൾ എത്രമാത്രം വലിയ ഒരു കമ്പ്യൂട്ടിംഗ് പവറാണ് ബിറ്റ്കോയിൻ ഒരു പ്രൈവറ്റ് കീ ഗസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ വേണ്ടത്. അതേപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള കമ്പ്യൂട്ടിംഗ് സ്പീഡ് എത്രമാത്രം ചെറിയ ഒരു കമ്പ്യൂട്ടിംഗ് സ്പീഡിലോട്ടാണ് ഇപ്പോഴും എത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ എന്തായാലും ഈവൻ നമുക്ക് ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ബിറ്റ്കോയിൻ്റെ പ്രൈവറ്റ് കീ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഇതേപോലെ 13 മില്യൺ ക്യൂബിറ്റ്സ് ഒക്കെ ഉള്ള ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കണ്ടുപിടിച്ചു എന്ന് തന്നെ വിചാരിക്കുക. എന്നാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉപയോഗിച്ചിട്ട് അവർ ഏതെങ്കിലും ബിറ്റ്കോയിൻ്റെ വാലറ്റ് ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുമോ? പക്ഷേ അതിന് പകരം അവർ ബാങ്കുകളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സീക്രട്ട് ഇൻഫർമേഷൻസും ന്യൂക്ലിയർ ലോഞ്ച് കോഡ്സും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ $1 ട്രില്യൺ ഇപ്പോൾ ബിറ്റ്കോയിൻ ഒരു 1 ട്രില്യൺ അസറ്റ് ആയിട്ടുള്ളൂ അല്ലേ, 1.4 ട്രില്യൺ ആണ് ബിറ്റ്കോയിൻ്റെ വാല്യൂ. പക്ഷേ പല വലിയ കമ്പനികളും അതിനേക്കാളും വലിയ വലിയ കമ്പനികളാണ്. അപ്പോൾ ഈവൻ ഇതിപ്പോൾ ഒരു ആപ്പിളാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർ ബിറ്റ്കോയിനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുമോ അതോ അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ഗൂഗിളിനെയും ആമസോണിനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുമോ? അല്ലെങ്കിൽ ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കണ്ടുപിടിക്കുന്ന ആൾ സ്റ്റോക്ക് മാർക്കറ്റിനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുമോ, ബാങ്കിനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുമോ? കാരണം നമ്മൾ ലോജിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും ബില്യൺസ് ഓഫ് ബിറ്റ്കോയിൻ ഉള്ളത് എവിടേക്കാണ്? മില്യൺസ് ഓഫ് വാലറ്റുകളിലാണ് അല്ലേ. പക്ഷേ നമ്മളൊരു ബാങ്കിനെ അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ ആ ബാങ്കിൻ്റെ മൊത്തം പൈസ കിട്ടും. അതേപോലെ തന്നെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അത് കംപ്ലീറ്റ്ലി നമുക്ക് ഒരു ബിറ്റ്കോയിൻ വാലറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ചിലപ്പോൾ 1 ബില്യൺ
ടൈംസ് ഈസി ആയിട്ട് ഒരു ബാങ്കിന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് മെസ്സേജസ്, ഇമെയിൽ, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കണ്ടുപിടിച്ചാൽ തന്നെ അത് ഇത്രയും കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ബിറ്റ്കോയിനെ മാത്രം ആദ്യം അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമോ, പകരം ഈ കാര്യങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമോ എന്നുള്ളത് അല്ലേ. അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇനിയിപ്പോൾ ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കണ്ടുപിടിച്ചിട്ടുള്ള കമ്പനിയോ ആളോ ബിറ്റ്കോയിൻ വാലറ്റ് തന്നെ ഹാക്ക് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അവർ വിചാരിച്ചു, ഓക്കെ നമുക്ക് കുറച്ച് ബിറ്റ്കോയിൻ വാലറ്റ് ഹാക്ക് ചെയ്യാം എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ വാലറ്റ്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര ബിറ്റ്കോയിൻ ഉണ്ട്, ചിലപ്പോൾ $1000. ഇപ്പോൾ അധികം റീറ്റെയിലേഴ്സിൻ്റെ ഒക്കെ വാലറ്റിൽ വളരെ തുച്ഛമായിട്ടുള്ള ബിറ്റ്കോയിനാണ് ഉണ്ടാവുള്ളൂ അല്ലേ. ചിലപ്പോൾ ഈവൻ ഒരു ബിറ്റ്കോയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എത്ര ആയുള്ളൂ, ഇപ്പോൾ $75,000 ആയുള്ളൂ. അപ്പോൾ അവർ ഈ റീറ്റെയിൽ ആളുകളുടെ, ഇപ്പോൾ വളരെ കുറച്ച് ബിറ്റ്കോയിൻ ഉള്ള ചെറിയ ചെറിയ വാലറ്റുകൾ ഹാക്ക് ചെയ്യുമോ, അതോ വലിയ വലിയ ബില്യൺസ് ഓഫ് ഡോളർ വർത്ത് ഓഫ് ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്ന ബൈനാൻസിൻ്റെ വാലറ്റ് ഹാക്ക് ചെയ്യുമോ, ഫിഡിലിറ്റിയുടെ വാലറ്റ് ഹാക്ക് ചെയ്യുമോ, ബ്ലാക്ക് റോക്കിൻ്റെ വാലറ്റ് ഹാക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ ഗവൺമെൻറ്റുകളുടെ വാലറ്റുകൾ ഹാക്ക് ചെയ്യുമോ? സോ തീർച്ചയായിട്ടും ലോജിക്കലി നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത്രയും വലിയൊരു കമ്പ്യൂട്ടർ, ഇത്രയും ബില്യൺസ് ഓഫ് ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അത്രയും വലിയൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത്രയും ചെറിയൊരു പൈസയുടെ പുറകെ പോകുന്നതിന് പകരം അവർ വലിയ എൻറ്റിറ്റികളുടെ പുറകെയാണ് പോകാനുള്ള സാധ്യത കൂടുതൽ അല്ലേ. അപ്പോൾ നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ചിന്തിക്കാം, ഈ വലിയ കമ്പനികൾ, ഇപ്പോൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബൈനാൻസ് പോലുള്ള കമ്പനികൾ, ഫിഡിലിറ്റി, ബ്ലാക്ക് റോക്കൊക്കെ ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതിന് മുന്നേ അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ അതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ഈ വലിയ ഒരു വാലറ്റിന്, ഇപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉപയോഗിച്ചിട്ട് ഒരു ബൈനാൻസിൻ്റെ ഈ പറയുന്ന ഈ 2,48,000 ബിറ്റ്കോയിനുള്ള ഈ ഒരു വാലറ്റ് ഹാക്ക് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ബിറ്റ്കോയിൻ, ഈ ഒരു വാലറ്റിൻ്റെ പ്രൈവറ്റ് അഡ്രസ്സ് ആ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്ത് കണ്ടുപിടിച്ചു. അതിനുശേഷം ഈ ഒരു ബൈനാൻസിൻ്റെ വാലറ്റിൽ നിന്നും അത് വേറൊരു അഡ്രസ്സിലോട്ട് മാറ്റി എന്ന് വിചാരിക്കുക. അത് അവർക്ക് ഈസി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് വീണ്ടും ബിറ്റ്കോയിൻ്റെ ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു ഇത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ ഒരു ബിറ്റ്കോയിൻ നമുക്ക് സ്പെൻഡ് ചെയ്യാനും പറ്റില്ല, അത് വേറെ എവിടേക്കെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ബൈനാൻസിൻ്റെ ഈ ഒരു 2.5 ലക്ഷം ബിറ്റ്കോയിൻ ഹാക്ക് ചെയ്തിട്ട് അവർ കോയിൻ ബേസിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്, അത് ഈസി ആയിട്ട് മനസ്സിലാവും അല്ലേ. ഇൻസ്റ്റൻ്റ്ലി തന്നെ കോയിൻ ബേസിന് മനസ്സിലാക്കാൻ പറ്റും ഇത് എവിടെ നിന്നാണ് ബിറ്റ്കോയിൻ വരുന്നത്. കാരണം എന്താണ്, ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിനിൽ ഓരോ ബിറ്റ്കോയിനും ഓരോ സത്തോഷിയും ഈസിലി ട്രാക്ക് ചെയ്യാൻ പറ്റും. എവിടെ നിന്നൊക്കെയാണ് വരുന്നത്, ഇതിന് മുന്നേ എവിടെ നിന്നാണ് വന്നത്, എവിടേക്കാണ് പോകുന്നത്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഈസി ആയിട്ട് കോയിൻ ബേസിന് തന്നെ ഈ ഒരു വാലറ്റ് ഫ്രീസ് ചെയ്യാൻ പറ്റും. ബാക്കി തിരിച്ച് ഈ ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ബൈനാൻസിന് തന്നെ ഈ ഒരു ബിറ്റ്കോയിൻ റിട്ടേൺ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ബ്ലാക്ക് റോക്കിൻ്റെ തന്നെ വാലറ്റ് ഹാക്ക് ചെയ്താൽ തന്നെ ഈ വാലറ്റ് ഹാക്ക് ചെയ്ത ആൾ ഇത് വേറെ എവിടേക്കെങ്കിലും അയച്ചാൽ ഈസി ആയിട്ട് ആ വാലറ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റും. എവിടേക്കൊക്കെ പോകുന്നുണ്ട്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ വരുന്ന വർഷങ്ങളിൽ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇഷ്ടംപോലെ വരും. ഇപ്പം നമ്മുടെ വാലറ്റ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്താൽ തന്നെ നമുക്കിവിടെ നമ്മുടെ പേര് കാണുന്ന ഒരു അവസ്ഥയിലോട്ട് വരെ ഭാവിയിൽ വരാം. കാരണം ഈ ബ്ലോക്ക് ചെയിൻ അനലിറ്റിക്സ് പ്ലാറ്റ്ഫോമുകളൊക്കെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ആളുകളുടെ വാലറ്റും കാര്യങ്ങളും ഐഡൻറ്റിറ്റിയും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കും. കാരണം എന്താണ്, ബിറ്റ്കോയിൻ അനോണിമസ് അല്ല, ബിറ്റ്കോയിൻ സ്യൂഡോണമസ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് എന്നുള്ള കാര്യമാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അത് മാത്രമല്ല, ഇപ്പോൾ ബിറ്റ്കോയിൻ നമ്മൾ ഹാക്ക് ചെയ്താൽ നമുക്കത് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് എത്തും. ഇപ്പോൾ ഗോൾഡിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ഗോൾഡ് ജ്വല്ലറി കുത്തി തുറന്നിട്ട് കുറേ സ്വർണ്ണം മോഷ്ടിച്ചു, ജ്വല്ലറി മാലയും വളയൊക്കെ മോഷ്ടിച്ചു എന്ന് വിചാരിക്കുക. നമുക്കിത് ഈസി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് നമ്മൾ ഈ ജ്വല്ലറി മാലയും കാര്യങ്ങളെല്ലാം നമുക്കത് മെൽറ്റ് ചെയ്തിട്ട് നമുക്കത് ബാറാക്കിയിട്ട് അല്ലെങ്കിൽ വേറെ ജ്വല്ലറി ആക്കിയിട്ട് നമുക്കത് ഈസി ആയിട്ട് സെല് ചെയ്യാൻ പറ്റും. ഏത് ഗോൾഡാണ് മോഷ്ടിച്ചത് എന്നൊന്നും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതേപോലെ തന്നെയാണ് പൈസ. നമ്മളൊരു ബാങ്ക് കുത്തി തുറന്ന് കുറേ പൈസ എടുത്തു, ATM കുത്തി തുറന്ന് കുറേ പൈസ എടുത്തു, അല്ലെങ്കിൽ വേറൊരാളുടെ കയ്യിൽ നിന്ന് കുറേ പൈസ നമ്മൾ മോഷ്ടിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ പൈസയൊക്കെ എന്താണ്, നമുക്ക് വേറെ പൈസയായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് ഈസി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും, വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ബിറ്റ്കോയിൻ്റെ കേസിൽ എന്താണ്, അത് പറ്റില്ല. കാരണം ഓരോ സത്തോഷിയും ഓരോ ബിറ്റ്കോയിനും അതിന് ഹിസ്റ്ററി ഉണ്ട്, അത് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മളത് ഹാക്ക് ചെയ്താലും, അതായത് ഇത്രയും പൈസ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങോ സൂപ്പർ കമ്പ്യൂട്ടറോ ഒക്കെ ഉപയോഗിച്ചിട്ട് അത് ഹാക്ക് ചെയ്താലും നമുക്കത് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ അത് ഈസി ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെക്കാളും ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാനും പറ്റുന്ന ഒരു സിസ്റ്റമാണ് ബിറ്റ്കോയിൻ എന്നുള്ള കാര്യമാണ്. അത് കാരണം കൊണ്ട് തന്നെ
കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് ബിറ്റ്കോയിനെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ റിവാർഡിനെക്കാട്ടിലും എത്രയോ കൂടുതലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തായാലും ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി, ഇൻഫർമേറ്റീവ് ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ആവശ്യമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.